യേശു കർത്താവ് ഗനസരേത്ത് തടാകത്തിന്റെ കരയിൽ തീ കൂട്ടിയിട്ട് അപ്പമുണ്ടാക്കി ശിഷ്യന്മാർക്ക് കൊടുത്തത് കാണുന്നു. അത് കുക്കിംഗ് ഫയറാണ്. അതേ കർത്താവ് തൻ്റെ ആത്മാവിനെ തീയായി ശിഷ്യന്മാരുടെ മേളിൽ അയച്ചു. അത് ബ്ലസ്സിംഗ് ഫയറാണ്. അതേ യേശു കർത്താവ് ഇനി അടുത്തൊരു സാധനമായിട്ട് വരുന്നു. അത് ജഡ്ജ്മെന്റൽ ഫയറാണ്. അതേ കർത്താവ് നിങ്ങളിൽ ചിലരെ ടെസ്റ്റിംഗ് ഫയറിലൂടെ വിടുന്നു. അത് പരിശോധനയുടെ തീയാണ്. വേദപുസ്തകത്തിൽ വിവിധ നിലകളിൽ ദൈവം വെളിപ്പെടുത്തിയ അഗ്നിയെ കുറിച്ച് കാണുന്നു. പറഞ്ഞു ഫയർ. എബ്രായർക്കെഴുതിയ ലേഖനം 12:29 വിശുദ്ധ ബൈബിൾ പറയുന്ന ഒരു സത്യമുണ്ട്. ഫോർ അവർ ഗാഡ് ഈസ് എ കൺസ്യൂമിംഗ് ഫയർ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. വായുകൾ തുറന്ന് പറഞ്ഞ് ഫോർ അവർ ഗാഡ് ഈസ് എ കൺസ്യൂമിംഗ് ഫയർ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ആമേൻ, ആമേൻ. യിരെമ്യാവിന്റെ പ്രവചന പുസ്തകം 23-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ ബൈബിൾ പറയുന്നു. ജെറമയ ചാപ്റ്റർ 23:29 എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന. വാ തുറന്ന് പറഞ്ഞ് ദൈവത്തിന്റെ വചനം തീയാണ്. ദൈവത്തിന്റെ വചനം തീയാണ്. ദൈവത്തിന്റെ വചനം തീയാണ്. ദൈവത്തിന്റെ വചനം തീയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അതേ യിരെമ്യാവിന്റെ പുസ്തകം 5:14 വരുമ്പോൾ, ജെറമയ ചാപ്റ്റർ 5:14 വരുമ്പോൾ വേദപുസ്തകം പറയുന്നു, ഇതാ നിന്റെ വായിൽ എൻ്റെ വചനങ്ങളെ തീയും ഈ ജനത്തെ ഞാൻ വിറകുമാക്കും. നിന്റെ വായിൽ എൻ്റെ വചനങ്ങളെ തീയും ഈ ജനത്തെ ഞാൻ വിറകുമാക്കും. ഉണങ്ങിയ വിറകും തീയും കൂടെ വെളിപ്പെട്ടാൽ എന്ത് സംഭവിക്കും? വചനം തീയായും ജനം വിറകായും ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? കത്തും. വാ തുറന്ന് പറഞ്ഞേ കത്തും. ഹല്ലേലൂയ. വചനം തീയായും എന്റെ ജനം വിറകുമായും തീരുന്ന ഒരു സീസൺ ദൈവം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ചർച്ചിനകത്ത് കയറി വരാൻ നിനക്ക് ഭാഗ്യം ലഭിച്ചെങ്കിൽ നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നത് കത്തിക്കാനാണ്. അത് വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ അവർ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കും. ആ അഭിഷേകത്തിന്റെ തീ, ആ ആത്മാവിന്റെ തീ കത്തട്ടെ, വ്യക്തികളിൽ കത്തട്ടെ, ജനം വിറകായി തീരട്ടെ, വചന തീയായി ചലിക്കട്ടെ. എല്ലാ പൈശാചികമായ പദ്ധതികളും ആ തീക്കകത്ത് ചാമ്പലാകട്ടെ. എല്ലാ പൈശാചിക പദ്ധതികളും യേശുവിൻ നാമത്തിൽ അതിൽ ചാമ്പലാകട്ടെ. വായ്കൾ തുറന്ന് നിങ്ങൾ പറയണം, പ്രിയപ്പെട്ടവരെ, കർത്താവേ എന്നെ ഒരു വിറകും നിന്റെ വചനത്തെ ഒരു തീയുമായി എന്റെ മേൽ ഇടണമേ. പൈശാചിക മണ്ഡലം ഭയപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ ഈ അഗ്നിയാണ്. സാത്താന്യ മേഖലകൾ ഭയപ്പെടുന്നത് ഈ തീയാണ്. വീട്ടമ്മമാർക്ക് പറയാൻ കഴിയുമോ, തണുത്ത പാലിനകത്ത് ഈച്ച വന്ന് പറ്റും, എന്നാൽ തിളയ്ക്കുന്ന പാലിന്റെ അടുത്ത് വരാൻ ഈച്ച പേടിക്കും. തണുത്ത ആഹാരത്തിനകത്ത് പ്രാണികൾ വന്ന് പറ്റും, പക്ഷെ നല്ല ചൂട് ചോറിനകത്ത് ഈച്ച വരികയില്ല. അവിടെയും ഇവിടെയും പറന്നു നടക്കുന്ന ഒന്നിനും വന്ന് നിന്നെ തൊടാൻ കഴിയാത്ത നിലകളിൽ നീ കത്തുന്ന ഒരു കത്താകട്ടെ. ഈ അഗ്നിയെ പിശാച് പേടിക്കുന്നു.
ഈ അഗ്നി വെളിപ്പെടാതിരിക്കാൻ പിശാചിന് ചെയ്യാൻ പറ്റുന്നതെല്ലാം അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ അഗ്നി വെളിപ്പെടേണ്ട ഇടങ്ങളിൽ ഈ അഗ്നി വെളിപ്പെടാതിരിക്കാൻ അതിനകത്തിരിക്കുന്നവനെ കയ്യിലെടുക്കുന്നു. എന്നാൽ ആ കാലഘട്ടങ്ങളെല്ലാം കഴിയുകയാണ്. ജനം വിറകായും ദൈവവചനം തീയായും ആളിക്കത്തുന്ന ഒരാത്മതലം ഭാരതത്തിന്റെ മേളിൽ ദൈവം തുറക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, പെന്തിക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്നൊരു മുഴക്കമുണ്ടായി. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. വാസ്തവമായും അവരുടെ ശിരസിന്റെ മേൽ പ്രത്യക്ഷമായ ആ അഗ്നിയാണ് വാക്കിന് പോലും വിലയില്ലാത്ത പത്രോസിന്റെ നിഴലിനകത്ത് പോലും ശക്തി വ്യാപരിപ്പിച്ചത്. ആ അഗ്നിയാണ് ദേശങ്ങളെ കീഴ്മേൽ മറിക്കുവാൻ അവരെ ഉപയോഗിച്ചത്. ആമീൻ. പ്ലാനറ്റ് ഷേക്കേഴ്സ് എന്നവരെ സമൂഹം വിളിച്ചത്. പട്ടണങ്ങളെ ദേശങ്ങളെ ഇളക്കി മറിക്കുന്നവർ എന്നവരെ വിളിച്ചത്. നീ ഒരു വിറകായും വചനം നിന്റെ മേളിൽ തീയായും കത്തുമ്പോൾ വേദപുസ്തകത്തിൽ ന്യായവിധിയുടെ തീ ഉണ്ടോ? ഉണ്ട്. ന്യായവിധിയുടെ തീ ഉണ്ടോ? ഉണ്ട്. This is a balanced teaching. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങേണ്ടതിലല്ല, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങിയതിലുമല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതിലത്രേ നിങ്ങൾ സന്തോഷിക്കേണ്ടത്. അതിന്റെ അർത്ഥം ഭൂതങ്ങൾ കീഴടങ്ങണ്ടെന്നല്ല. അതിന്റെ അർത്ഥം രോഗി സൗഖ്യമാകണ്ടെന്നുമല്ല. യേശുവിന്റെ ശുശ്രൂഷയിൽ ഞാൻ കാണുന്നത് മുഴുവൻ യേശു ചെയ്ത അത്ഭുതങ്ങളാണ്. ഈ വേദപുസ്തകത്തിൽ കർത്താവിന്റെ ശുശ്രൂഷയിൽ, പുതിയ നിയമത്തിൽ ഞാൻ യേശു കർത്താവിന്റെ മിനിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ കണ്ടത് പ്രസംഗങ്ങളല്ല. പ്രസംഗങ്ങൾ ഒരു പരിധി വരെ ഉണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറമായി അവനിലൂടെ വെളിപ്പെട്ട അത്ഭുതങ്ങളാണ് ഞാൻ കണ്ടത്. നീ ചുമക്കുന്ന ഈ പുസ്തകം ഇത് അത്ഭുതത്തിന്റെ പുസ്തകമാണോ? മോശയുടെ കാലത്ത് നീ വായിക്കുന്നത് അത്ഭുതങ്ങളെ കുറിച്ചാണോ? ഏലിയാവിന്റെയും എലീശായുടെയും ഗിദയോന്റെയും കാലഘട്ടത്തിൽ വായിച്ചത് ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ചാണോ? പുതിയ നിയമത്തിൽ ഞാനും നിങ്ങളും കണ്ടത് ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്ന് അന്ധന്റെ കണ്ണ് തുറക്കുകയും ചെകിടന്റെ ചെവി കേൾപ്പിക്കുകയും ഊമരെ സംസാരിപ്പിക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുകയും കൂനരെ നിവർത്തുകയും കടലിന്റെ മുകളിൽ നടക്കുകയൊക്കെ ചെയ്ത അത്യത്ഭുതകരമായ അത്ഭുതങ്ങളാണോ? അങ്ങനെങ്കിൽ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് നിലകൊള്ളുന്നത് ദൈവത്തിന്റെ അത്യത്ഭുതകരമേറിയ പ്രവൃത്തികളാണ്. ഐ എം എ ക്രിസ്ത്യൻ എന്ന് നിനക്ക് പറയാൻ കഴിയണമെങ്കിൽ നീ 100% ദൈവത്തിന്റെ അത്ഭുതങ്ങളിലും ദൈവത്തിന്റെ പ്രവൃത്തികളിലും ദൈവത്തിന്റെ കൃപാവരങ്ങളിലും നിനക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞേ പറ്റത്തുള്ളൂ. We are serving a miracle working God. അതുകൊണ്ടാണ് ജനിക്കുന്നതിന് മുൻപേ യേശുവിനെ കുറിച്ചുള്ള പ്രവചനം യെശയ്യാവെന്ന പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് റിലീസ് ചെയ്യുമ്പോൾ പ്രൊഫറ്റ് വാഗൊണ്ട് പറയുന്നത് അവൻ അത്ഭുത മന്ത്രി. ഇവിടെ ഫിഷറീസ് മന്ത്രിയുണ്ട്, ഇവിടെ ആരോഗ്യമന്ത്രിയുണ്ട്, ഇവിടെ ഫൈനാൻസ് മിനിസ്റ്റർ ഉണ്ട്, സാമ്പത്തിക മന്ത്രിയുണ്ട്, ഇവിടെ ആഭ്യന്തരകാര്യ മന്ത്രിയുണ്ട്, ഇവിടെ പല പല മന്ത്രിയുണ്ട്. പക്ഷേ ആമീൻ, എനിക്കും നിങ്ങൾക്കും ഇത് എല്ലാത്തിനൂടെ വേണ്ടി ഒരു മന്ത്രിയുണ്ട്.
അവന്റെ പേര് അത്ഭുത മന്ത്രി, വീരനായ ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു. Wow. Miracles is happening in this place. Miracles. Glory. Amen. ഈ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്നൊരു മുഴക്കമുണ്ടായി. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. അവരിൽ ഓരോരുത്തന്റെ മേളിലും അത് പതിഞ്ഞു. അടുത്ത വാക്യം, അവർ എല്ലാവരും പറഞ്ഞ് എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ് ഈ വായിച്ച വാക്യം, എല്ലാവരും. ദൈവമക്കളെ, നമ്മൾ അങ്ങനെ ആകുവാൻ, അങ്ങനെ ആയിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ അങ്ങനെ ഒരു സംവിധാനത്തിലല്ല ഇതുവരെ ആയിരുന്നതെങ്കിൽ നിങ്ങളെ ദൈവം ഈ ഒരു സ്പിരിച്വൽ കവറിങ്ങിൽ, ഈ ഒരു ചർച്ചിൽ, ഈ ഒരു കൂട്ടായ്മയിൽ ദൈവം നിങ്ങളെ കൊണ്ടുവന്നത് നിങ്ങൾ കൂടുതലായി പരിശുദ്ധാത്മാവിൽ നിറയുവാൻ വേണ്ടിയാണ്. നിങ്ങൾ അത് സ്വീകരിക്കുവാൻ വേണ്ടിയാണ്. നിങ്ങൾ അതിലേക്ക് കൂടുതലായി കയറി വരുവാൻ വേണ്ടിയാണ്. കാരണം ഇത് സത്യദൈവത്തെ വെളിപ്പെടുത്തുന്ന അഗ്നിയാണ്. സത്യദൈവത്തെ വെളിപ്പെടുത്തുന്ന അഗ്നി. ഒന്ന് പറഞ്ഞ്, സത്യദൈവത്തെ വെളിപ്പെടുന്ന അഗ്നി. Hallelujah. Read 1 King chapter 18. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 37-38 വാക്യങ്ങൾ. യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ. നീ ദൈവം തന്നെ യഹോവേ, നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ച് എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ എന്ന് പറഞ്ഞു. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ച് പിശാചിന്റെ തീയല്ല ഇവിടെ ഇറങ്ങിയത്, യഹോവയുടെ തീയാണ്. യഹോവയുടെ തീ ഇറങ്ങി. ഹല്ലേലൂയ. യഹോവയുടെ തീ ഇറങ്ങി. പിശാചിന് തീ ഇറക്കാൻ പറ്റുമോ? ഇറക്കാൻ പറ്റുമായിരിക്കും. ഇറക്കാൻ പറ്റുകയില്ലെങ്കിൽ ഒരിക്കലും ഈ ബാലിന്റെയും അശേരയുടെയും ടീമുകൾ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കത്തില്ല. അവനും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കാണിക്കാൻ പറ്റും. പക്ഷേ യഹോവയുടെ തീ ഇറങ്ങിയാൽ അവിടെ മഹത്വം എടുക്കുന്നത് അവന്റെ നാമമായിരിക്കും. യഹോവയുടെ തീ ഇറങ്ങിയാൽ അവിടെ വെളിപ്പെടുന്നത് സത്യദൈവമായിരിക്കും. അവിടെ സംഭവിക്കുന്നത് ജീവിത രൂപാന്തരമായിരിക്കും. ഇന്ന് ഈ ആരാധന മധ്യയിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ചലിച്ചാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് വലിയ രൂപാന്തരങ്ങളും വിടുതലുകളുമായിരിക്കും. പിശാച് ഒരിക്കലും നിനക്ക് നന്മ ചെയ്യത്തില്ല. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ, സാത്താൻ ഒരിക്കലും നിനക്ക് ഒരു നന്മയും ചെയ്യത്തില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അറക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, പിശാച് വരുന്നില്ല. ഞാൻ വന്നതോ നിനക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകാനുമാണ്. വാ തുറന്ന് പറഞ്ഞേ, പ്രോസ്പെരിറ്റിയുടെ പിറകിൽ ദൈവമുണ്ട്, സമൃദ്ധിയുടെ പിറകിൽ ദൈവമുണ്ട്, തകർച്ചയുടെ പിറകിൽ പിശാചുണ്ട്. യേശുവിന്റെ നാമത്തിൽ സകല തകർച്ചകളെയും കൊണ്ടുവരുന്ന പൈശാചിക ശക്തികളെ, മരണത്തെ കൊണ്ടുവരുന്ന ഇരുളിന്റെ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് അതിന്റെ മേളിൽ ഒരു വലിയ ജയത്തെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ആയിക്കട്ടെ. ഇവിടെ ബാലിന്റെ 450 പ്രവാചകന്മാരുണ്ട്. ബാലിന്റെ 450 പ്രവാചകന്മാർ. ഇസബേലിന്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ചു വരുന്ന 400 അശേര പ്രവാചകന്മാർ. അത് തന്നെ ഉണ്ട് 850 പേര്. പിന്നെ ആഹാബും ഇസബേലും
ഇങ്ങനെ ടോട്ടലി 852 പേരുണ്ട്. കർമേൽ മൗണ്ടനിൽ, മൗണ്ട് കാർമേലിൽ 853 പേരുണ്ട്. അതിൽ ഒരാൾ ഏലിയാവാണ്. 450 എണ്ണം ബാലിന്റെ പ്രവാചകന്മാർ, 400 പേർ അശേര പ്രവാചകന്മാർ, പിന്നെ ആഹാബ് വിസബേലും. അവര് 852 പേര്. ഏലിയ ഒറ്റ ഒരുത്തൻ മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്നു. മൊത്തത്തിൽ 853 പേർ. ഒരു സൈഡിൽ 852 പേര് നിന്ന് ഭയങ്കരമായിട്ട് വായു വന്നതെല്ലാം വിളിച്ചു പറയുന്നു, വെല്ലുവിളിക്കുന്നു. അവരവിടെ നിന്നുകൊണ്ട് ഫോൾസ് പ്രൊഫസികൾ പറയുന്നു, അവരവിടെ നിന്നുകൊണ്ട് നെഗറ്റീവ് വേർഡുകൾ പറയുന്നു, അവരവിടെ നിന്നുകൊണ്ട് ശപിക്കുന്നു, അവരവിടെ നിന്നുകൊണ്ട് കളിയാക്കുന്നു. പക്ഷെ ഏലിയാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്ന് ഇതിനെ നേരിടുന്നു, ഇതിനെ കാണുന്നു. അവിടെ ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, യഹോവേ എനിക്ക് ഉത്തരം അരുളണം. നീ ദൈവം തന്നെ യഹോവേ, നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചെന്ന് ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരം അരുളണം. ആ പ്രാർത്ഥനയുടെ മറുപടിയായി 38-ാം വാക്യത്തിൽ ഉടനെ യഹോവയുടെ തീ ഇറങ്ങി. അപ്പൊ അവിടെ മറുപടി ദൈവം അയച്ചത് തീ കൊണ്ടാണ് ഉത്തരം അരുളിയത്. ആ തീ കൊണ്ട് ദൈവം ഉത്തരം അരുളിയപ്പോൾ അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആ ഹോമയാഗം അല്ലെങ്കിൽ ആ യാഗപീഠത്തിൽ കിടന്ന യാഗമൃഗം എല്ലാം മണ്ണും വിറകും എല്ലാം കത്തി തോട്ടിലെ വെള്ളം വരെ ആ തീ വറ്റിച്ചു കളഞ്ഞു. ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു. 39-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ജനം കവിണ്ണു വീണു. യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് ഒരു പ്രൊഫറ്റിക്കൽ വേർഡ് നിന്റെ വീട്ടിലോട്ട് റിലീസ് ചെയ്യാണ്. നിന്റെ ഭവനത്തിലും നിന്റെ കുടുംബത്തിലും ഈ ദൈവത്തിലേക്ക് തിരിയാതെ നിൽക്കുന്ന ചിലതിനെ ഈ തീ തൊടുന്ന ഒരു സീസൺ വരികയാണ്. യേശുവിന്റെ നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, നിന്റെ ഭവനത്തെ, നിന്റെ വീട്ടിനകത്ത് സ്വസ്ഥത തരത്തക്ക നിലകളിൽ യേശുവിന്റെ നാമത്തിൽ എല്ലാ ആർഗ്യുമെന്റേഷനുകളും, എല്ലാ വഴക്കുകളും, എല്ലാ തർക്കങ്ങളും യേശുവിന്റെ നാമത്തിൽ അവസാനിക്കത്തക്ക നിലകളിൽ നിന്റെ വീട്ടിനകത്ത് തീ കൊണ്ട് ദൈവം ഉത്തരമരുളും. വീടിനകത്ത് തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം, വീടിനകത്ത് തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം. ദൈവം അയച്ച യഹോവയുടെ തീ ഹല്ലേലൂയ സത്യ ദൈവം ആരെന്നൊരു രാജ്യത്തെ വെളിപ്പെടുത്തി. ആമേൻ ആമേൻ. The same God, hallelujah, the same fire, amen, will prove it, amen, amen, in our land, amen. മോശ എന്ന് പറയുന്ന ദൈവപുരുഷനെ, മോശ എന്ന് പറയുന്ന ദൈവപുരുഷനെ 30 ലക്ഷത്തിലധികം ജനത്തിന്റെ വിടുതലിന് വേണ്ടി വിളിക്കുകയാണ്. ചിലരെ ദൈവം വിളിച്ചത് 100 പേരുടെ വിടുതലിനാണ്, ചിലരെ ദൈവം വിളിച്ചത് 50 പേരുടെ വിടുതലിനാണ്, ചിലരെ ദൈവം വിളിച്ചത് 5000 പേരുടെ വിടുതലിനാണ്, ചിലരെ ദൈവം വിളിച്ചത് 5 ലക്ഷം പേരുടെ വിടുതലിനാണ്. ഈ വിളിക്കകത്തിരിക്കുകയാണ് ഈ സാധനം. ഇതാ ഈ മനുഷ്യനെ ദൈവം വിളിച്ചത് 500ന്റെ 1000ന്റെ കണക്കിലല്ല, ലക്ഷങ്ങളുടെ കണക്കിലാണ്. 40 ലക്ഷത്തോളം അടുപ്പിച്ചു വരുന്ന ഒരു ജനതയുടെ, ഒരു സമൂഹത്തിന്റെ മാസീവായ ഒരു ഡെലിവറൻസിന് വേണ്ടി, ഫ്രീഡത്തിന് വേണ്ടി ദൈവം മോശയെ വിളിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, മോശ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായപ്പനുമായ യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷമായി. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു.
മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. അതിനവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. ഇത് സത്യദൈവത്തെ വെളിപ്പെടുത്തുന്ന തീയല്ല. ഇവിടെ കാണുന്ന തീയ് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കുന്ന തീയാണ്. ഇന്ന് ഞാൻ ഭയങ്കരമായിട്ട് എന്റെ ആത്മാവിൽ പറയുന്നു, കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ചിലതിനെ ഇതിനകത്ത് അപ്പോയിന്റ് ചെയ്യുന്ന ഒരാത്മതലം ഇതിനകത്ത് ദൈവം തുറക്കും. അപ്പോയിന്റ് ചെയ്യുന്ന തീയാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. ലക്ഷങ്ങളുടെ വിടുതലിന് വേണ്ടി ദൈവം അപ്പോയിന്റ് ചെയ്യുകയാണ്. ദൈവം നിന്റെ മേളിൽ ഇട്ടിരിക്കുന്ന വിളി ലക്ഷക്കണക്കിന് ജനങ്ങളെ കർത്താവിലേക്ക് തിരിക്കാനുള്ള ഒരു വിളിയാണ്. ആ വിളി നിന്റെ മേളിൽ വന്നത് മഞ്ഞുമലയിൽ നിന്നല്ല നിന്നെ വിളിച്ചത്, ഹെർമോൻ പർവ്വത നിരയിൽ നിന്നല്ല നിന്നെ വിളിച്ചത്, ആമീൻ, ഐസ് കട്ടയുടെ മേളിൽ നിന്നല്ല നിന്നെ വിളിച്ചത്. നിന്നെ ദൈവ തീക്കകത്ത് എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പോയിന്റ് ചെയ്യപ്പെടട്ടെ. മോശ എന്ന് പറയുന്ന ദൈവപുരുഷന്റെ അധികാരത്തിന്റെ ആത്മനിയോഗത്തിന്റെ തലങ്ങളിൽ നിൽക്കാൻ ഒരു മനുഷ്യർക്കും ചരിത്രത്തിൽ സാധിച്ചിട്ടില്ല. ലോകം കണ്ടതിൽ യേശുക്രിസ്തു കഴിഞ്ഞാൽ ഏറ്റവും ശക്തനായ ഒരു ലീഡർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് മോശയാണെന്ന് വാക്കും ഭാഷണവും കൂടാതെ പറയാൻ കഴിയും. ഒരു സാമ്രാജ്യത്തെ, ഒരു രാജ്യത്തെ ഒറ്റയ്ക്ക് നിന്ന് വിറപ്പിച്ച മനുഷ്യൻ, ഫറവോൻ എന്ന് പറയുന്ന ദുഷ്ടനായ ഭരണാധികാരിയുടെ ഉറക്കം കെടുത്തിയവൻ, ആർത്തലച്ച ചെങ്കടലിനെ കരം നീട്ടി പ്രാർത്ഥിച്ച് രണ്ടായി വിഭാഗിച്ചവൻ, പാറമേൽ അടിച്ച് തീക്കൽ പാറയിൽ നിന്ന് വെള്ളം ചാടി പുറപ്പെടുവിച്ചവൻ, ആത്മശക്തിയുടെ അധികാരത്തിന്റെ പരമോന്നത പദവിയിൽ നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട മനുഷ്യൻ, ഹോരേബിന്റെ പർവ്വതമുകളിൽ അഗ്നിയുടെ നടുവിൽ ഇടപെടുന്ന ദൈവത്തിന്റെ നേർക്കാഴ്ചയുടെ നടുവിൽ വെളിപ്പെട്ട ഒരു അപ്പോയിന്റ്മെന്റ് ആണത്. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളോട് പറയുന്നു, ബൈബിൾ കോളേജുകൾ അപ്പോയിന്റ് ചെയ്തവർ ആ നിലകളിൽ കയറി വരത്തില്ല. വ്യക്തികൾ അപ്പോയിന്റ് ചെയ്തവർ ആ നിലകളിൽ കയറി വരത്തില്ല. സംഘടനകൾ അപ്പോയിന്റ് ചെയ്തവർ ആ നിലകളിൽ കയറി വരത്തില്ല. പക്ഷേ സ്വർഗ്ഗം അയച്ച തീയുടെ നടുവിൽ ordained by fire. Yes. Yes. Ordained by fire. Appointment by fire. തീക്കകത്തൊരു ഓർഡിനേഷൻ. അങ്ങനെയുള്ളവരുടെ ശ്രദ്ധയ്ക്ക് ഇതിനകത്ത് അങ്ങനെയുള്ളവരുണ്ട്. അവരോട് കർത്താവ് പറയുകയാണ്, തീക്കകത്ത് നിനക്കൊരു ഓർഡിനേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആത്മാവിന്റെ അഗ്നിക്കകത്തുനിന്ന് ദൈവം നിന്നെ പൊക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ, നിന്റെ കരവും നിന്റെ അധരവും നിന്റെ എല്ലാ ചുവടുകളും അത്ഭുതങ്ങളായി തീരുകയാണ്. മിറക്കിൾസ്. Appointment by fire. Appointment by fire.